ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ BA ഹിന്ദി മേഡീസി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉഡവാഹല്യാണ്. സുരേന്ദ്ര ദുബെ പറ്റിയാണ് അടുത്ത് പറയാൻ പോകുന്നത്. 1953 ജനുവരി 8 ഇന്ത്യൻ സംസ്ഥാനമായ ഛത്തീസ്ഗഡിലെ ഡുറാനിലെ ബെമേതാരയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ആക്ഷേപഹാസ്യകാരനും നർമ്മ കവിതകളുടെ എഴുത്തുകാരനുമാണ്. തൊഴിൽപരമായി അദ്ദേഹം ആയുർവേദ ഡോക്ടറായിരുന്നു. പത്മശ്രീ അവാർഡ് ജേതാവ് സുരേന്ദ്ര ദുബെ അടിസ്ഥാനപരമായി ഒരു നർമ്മ കവിയാണ്. അദ്ദേഹത്തിൻ്റെ ആക്ഷേപഹാസ്യ പ്രസംഗം കേട്ടാൽ പ്രേക്ഷകർ ചിരിക്കാൻ നിർബന്ധിതരാകുന്നു. ഹിന്ദി കവിതയ്ക്ക് നൽകിയ ശ്രദ്ധേയമായ സംഭാവനയ്ക്ക് അദ്ദേഹത്തിന് കാക അസ്ത്രസി അവാർഡ് ലഭിച്ചു. 5 പുസ്തകങ്ങൾ എഴുതി നിരവധി വേദികളിലും TV ഷോയിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. 2010 ഇന്ത്യൻ ഗവൺമെൻറ് അദ്ദേഹത്തിന് രാജ്യത്തെ 4ാമത്തെ പരമോന്നത ഇന്ത്യൻ സിവിലിയൻ അവാർഡായ പത്മശ്രീ നൽകി ആദരിച്ചു. ധാരാളം കവി സമ്മേളനങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു. ഡോക്ടർ സുരേന്ദ്ര ദുബെയുടെ ശൈലി പ്രേക്ഷകരെ മണിക്കൂറോളം കേട്ടിരിക്കാൻ ആകർഷിക്കുന്നു. ഉഡോ അഹല്യ സുരേന്ദ്ര ദുബെയുടെ ശക്തമായ നാടകമാണ്. ശാപം ഏറ്റുവാങ്ങിയ ശേഷം ഒരു കല്ലായി മാറിയ അഹല്യയുടെ പുരാണ കഥ നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ രാമൻ്റെ പാദസ്പർശത്താൽ ശാപത്തിൽ നിന്ന് മോചിതയായി വീണ്ടും ഒരു സുന്ദരിയായ സ്ത്രീയായി ജീവിക്കുന്നു. ഈ നാടകത്തിൽ നാടകകൃത്ത് പുതിയ അർത്ഥം നൽകുന്നു. ഗൗതമിൻ്റെ ആശ്രമത്തിൽ താമസിക്കുന്ന സുലഭ തൻ്റെ സുഹൃത്ത് ഘോഷയോട് പറയുന്നു, അതെ, അവൾ പതുക്കെ പതുക്കെ കല്ലായി മാറുകയാണ്. അവൾ എവിടെയും പോകുന്നില്ല, വരുന്നില്ല. അവൾ രാവും പകലും തൻ്റെ മുറിയിൽ ഇരുന്ന് കല്ലായ കണ്ണുകളോടെ ആകാശത്തേക്ക് നോക്കുന്നു. വിശ്വാമിത്ര, രാം, ലക്ഷ്മൺ ഇവർ 3 പേരും ഗൗതം ഋഷിയുടെ ആശ്രമത്തിലേക്ക് വരികയും അഹല്യയെ കാണുകയും ചെയ്യുന്നു. സമൂഹത്തിൽ നിന്നാണ് നിനക്ക് ദുഃഖം ലഭിച്ചത്. സമൂഹമാണ് നിന്നെ കല്ലാക്കി മാറ്റിയത്. ഇത് നിന്റെ തെറ്റിൻ്റെ പരിണാമമല്ല. നീ തെറ്റുകാരിയല്ല. തെറ്റു ചെയ്തത് ഞങ്ങൾ ഋഷിമാരാണ്. ഈ സമൂഹമാണ് നിന്നെ കല്ലാക്കി മാറ്റി കളഞ്ഞതെന്ന് രാമൻ അഹല്യയോട് പറയുന്നു. ഈ ഘട്ടത്തിൽ അഹല്യയുടെ പുരാണ കഥയ്ക്ക് പുതിയ അർത്ഥം കൈവരുന്നു എന്ന് എടുത്തു പറയേണ്ടതാണ്. ഗൗതം ഋഷിയുടെ ശാപം മൂലമല്ല അഹല്യ കല്ലായി മാറിയത്, മറിച്ച് ഗൗതമിൻ്റെയും സമൂഹത്തിൻ്റെയും അവഹേളനത്തിൻ്റെയും അവഗണനയുടെയും കിംവദന്തിയുടെയും വേദന സഹിച്ച് അവൾ കല്ലായി മാറി. ദുഃഖം, വേദന, വിഷാദം എന്നിവയാൽ പരിഭ്രാന്തയായി മാറിക്കൊണ്ടിരുന്ന അഹല്യയുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പുരുഷ സമൂഹത്തിൻ്റെ ആധിപത്യവും സ്ത്രീകളുടെ നിസ്സഹായമായ കീഴടങ്ങലും മൂലമാണ് അഹല്യയ്ക്ക് ഈ അവസ്ഥ സംഭവിച്ചതെന്ന് ഘോഷയും സുലഭയ്ക്കും മനസ്സിലാകുന്നു. ഘോഷ വികാരാധീനയായി പറയുന്നു, നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യത്തെ പുരുഷന്മാർക്ക് സമർപ്പിച്ചിരിക്കുന്നു. നമ്മൾ നമ്മളുടെ ശക്തിയെയും നമ്മുടെ സ്വപ്നങ്ങളെയും കണ്ടെത്തണം. സുലഭയും ഇതിനോട് യോജിച്ച് പറയുന്നു, അതേ സുഹൃത്തെ, ഇന്ന് ആശ്രമം നശിപ്പിക്കേണ്ടി വന്നാൽ അത് നശിക്കപ്പെടട്ടെ. കല്ലെറിയപ്പെടുകയാണെങ്കിൽ കല്ലെറിയപ്പെട്ട അഹല്യ ഒരു പക്ഷേ ഈ മേഘത്തിൽ നിന്ന് പുതിയ മുളകൾ മുളച്ചേക്കാം. അതിൽ മനുഷ്യത്വത്തിൻ്റെ പുതിയ ദളങ്ങൾ വിരിയും. സ്ത്രീകളെ ഉണർത്താനും സമൂഹത്തിലെ തുല്യ പദവി നേടാനും പ്രേരിപ്പിക്കുന്ന സമകാലിക ഫെമിനിസ്റ്റ് വ്യവഹാരത്തിൻ്റെ ശബ്ദമാണിത്. അഹല്യ കല്ലായി മാറുന്ന സാഹചര്യം സമൂഹത്തെ പുതിയ ചിന്തകളാൽ സമ്പന്നമാക്കിയെന്ന് നാടകകൃത്ത് അടിവരയിട്ടിട്ടുണ്ട്. മുമ്പ് സുലഭ, ഘോഷ തുടങ്ങിയ സ്ത്രീകൾ പുരുഷന്മാരുടെ അഹങ്കാരത്തിനും ക്രൂരതയ്ക്കുമെതിരെ ശബ്ദമുയർത്തി. പിന്നീട് വിശ്വാമിത്ര, രാം, ലക്ഷ്മൺ അതിനെ കൂടുതൽ തീവ്രമാക്കി. ഈ നാടകത്തിലെ 2 കഥാപാത്രങ്ങളാണ് അഹല്യയുടെ ദുരവസ്ഥയ്ക്ക് കാരണക്കാർ. പ്രധാന കാരണക്കാരനാണ് ഇന്ദ്രൻ. ഒരു സ്ത്രീ ശരിയായ കാര്യം പറഞ്ഞാൽ പോലും മനസ്സിലാക്കാതെ സ്വന്തം കാര്യം മാത്രം ചെയ്യുന്ന പുരുഷൻ്റെ പ്രതീകമാണ് ഗൗതം. ഇന്ദ്രൻ്റെ രൂപത്തിൽ പുരുഷൻ്റെ അഹങ്കാരം, അധികാരബോധം, ലൈംഗികത, അധികാരധാർഷ്ട്യം എന്നിവ എടുത്തു കാണിക്കുകയാണ്. സ്ത്രീകളുടെ ദുരവസ്ഥയുടെ പ്രധാന കാരണമിതെന്ന് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ത്രീ വിമോചന ബോധത്തെ ശക്തിപ്പെടുത്തുന്നതാണ് ഈ നാടകത്തിൻ്റെ പ്രധാന സവിശേഷത. വിശ്വാമിത്ര, രാം, ലക്ഷ്മൺ തുടങ്ങിയ പുരുഷന്മാരിലൂടെ സ്ത്രീകൾക്ക് അനീതിയെ എതിർക്കാനുള്ള ബോധം നൽകിയിട്ടുണ്ട് എഴുത്തുകാരൻ. സ്ത്രീക്ക് മാത്രമേ സ്വയം മോചിതയാകാൻ വഴി കണ്ടെത്താൻ കഴിയൂ. ഈ അടിമത്വത്തിൽ എത്ര കാലം തുടരും? ഒരു പുരുഷൻ്റെ ലജ്ജയില്ലാത്ത സ്വഭാവം അവളുടെ അന്തസ്സിനെ കീറുമുറിക്കും. എത്ര കാലം അവളുടെ വാക്കുകൾ മിണ്ടാതിരിക്കും? സ്ത്രീകൾ തന്നെ ഇതിനെതിരെ സ്വയം നിലകൊള്ളണം.
ഒരു പുരാണ പശ്ചാത്തലത്തിൽ തൻ്റെ കാലഘട്ടത്തിലെ യാഥാർത്ഥ്യത്തെ വിവരിക്കുന്നതിൽ നാടകകൃത്ത് നല്ല വൈദഗ്ധ്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ഈ നാടകത്തിൽ നിന്ന് മനസ്സിലാക്കാം. സർഗാത്മക പ്രതിഭയുടെ തെളിവാണ് ഈ നാടകം. അതിൽ പ്രകടിപ്പിക്കുന്ന ബോധം വിശാലവും ബഹുമുഖവുമാണ്.